പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബീജങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ബീജങ്ങളിലെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ, അതുപോലെ ബീജത്തിന്റെ മോട്ടിലിറ്റി കുറവ്, അതുപോലെ ബീജത്തിന്റെ മോർഫോളജിയിൽ ഉണ്ടാകുന്ന കുറവുകൾ, ഇവയെല്ലാം കൊണ്ടും പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ബീജത്തിന്റെ ക്വാളിറ്റി കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് വെരിക്കോസിൽ. ചില ആളുകളിൽ വെരിക്കോസിൽ വളരെ ഗ്രേഡ് കുറവായിരിക്കും, അതായത് ഗ്രേഡ് 1 ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും വന്ധ്യത ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വന്ധ്യത ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് വെരിക്കോസിലെങ്കിലും ഇതുകൊണ്ട് മാത്രമല്ല പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാകുന്നത്. വന്ധ്യത ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണമാണ് ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവ് കൊണ്ടുണ്ടാവാം. അതുപോലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റു ഹോർമോൺസിന്റെ വേരിയേഷൻസ് കൊണ്ടൊക്കെ വന്ധ്യത ഉണ്ടാവുകയും അല്ലെങ്കിൽ ബീജങ്ങളുടെ അളവുകളിൽ കുറവുകൾ വരികയൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് അസൂസ്പെർമിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് ബീജങ്ങളുടെ പ്രൊഡക്ഷൻ തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ വെരിക്കോസിൽ മാത്രമായിരിക്കില്ല അവരിൽ ഉണ്ടാവുന്ന പ്രശ്നം. മിക്കവാറും ആളുകളിലും അസോസ്പെർമിയയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വെരിക്കോസിലും അതോടൊപ്പം ഉണ്ടാവുന്ന ഹോർമോണൽ വേരിയേഷൻസ് ആണ്. ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH പോലെയുള്ള ഹോർമോണുകളുടെ വാല്യൂ കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ അസോസ്പെർമിയുള്ള പേഷ്യൻസിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട്. വെരിക്കോസിലുള്ള ആളുകളിലും ഇല്ലാത്ത ആളുകളിലും ഒക്കെ ഇങ്ങനെ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാരിലെ വന്ധ്യതയിൽ ഏത് കാരണമാണ് എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യം.